അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ്. ഞാനും കൃതി ബേബിയും അച്ഛനും അനിയനും മാത്രം വീട്ടിലുള്ളൊരു ഈവനിങ് ബ്ലോഗ്. ഏട്ടനിന്ന് ഡ്യൂട്ടി നൈറ്റാണ്. അപ്പോൾ ഏട്ടൻ പോയി, ഉച്ചയായപ്പോൾ പോയി. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടൈം ഏകദേശം 5:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ തോന്നിയൊരു വീഡിയോ എടുത്താലോ. അപ്പോൾ ഇതാ ഫോണൊക്കെ നല്ല ക്ലിയർ ആയില്ലേ, എൻ്റെ സ്കിന്ന് എന്നാൽ ഫുള്ളും കാണില്ലേ, ഡോട്ടൊക്കെ. ഞങ്ങൾ ഫോണൊന്ന് മാറ്റി. ഐഫോണും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, എന്നാലും നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ വേണം കരുതിയിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പം നമുക്ക് വീഡിയോസ് കിടക്കല്ലേ. കോലൊക്കെ കണ്ടിട്ട് എവിടെ നിന്ന് നീച്ച് വരികയെന്ന് പറയണ്ട. ടൈം 6 മണിയൊക്കെ ആവാനായില്ലേ, ഇനി മേലേക്ക് സെറ്റ് ആവേണ്ട ടൈമായിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ലുക്ക് ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എന്താവും നോക്ക്. വെള്ളം തിളച്ചുകൊണ്ട് നിൽക്കണുള്ളൂ. അച്ഛന് മാത്രം മതി. ഞാൻ അങ്ങനെ ഇടയ്ക്ക് കുടിക്കലുള്ളൂ, എപ്പോഴും കുടിക്കില്ല. പിന്നെ കൃതി ബേബിക്ക് ഇതാ കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്, എണീറ്റിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ചായപ്പൊടി ഇടല്ലേ. ഈ ചായപ്പൊടി ഉണ്ടല്ലോ, മറ്റേ എന്താ അയാളെ പേര്, ചെമ്മണ്ണൂരിൻ്റെ ആ മറ്റേ കൂപ്പണൊക്കെ അല്ലേ ആ ചായപ്പൊടി ഉണ്ടല്ലോ, ബച്ചൻ എന്തോ ഒരു പേരിക്ക് ഓർമ്മ ഇടണില്ല, അതിൻ്റെ ചായപ്പൊടി കേട്ടോ. കൂപ്പണിൽ ഞങ്ങൾക്ക് ഒന്നുമില്ലേനും, ഒടുക്കത്തെ ഭാഗ്യമായതുകൊണ്ട് ഒന്നുമില്ലേനും. അപ്പം നമുക്ക് എന്തായാലും ചായപ്പൊടി ഇടുക. തിളച്ചോളൂ മകനെ, തിളച്ചോളൂ. കിച്ചണിൽ ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെ. അപ്പുറത്ത് കുട്ടികളെ സൗണ്ടാട്ടോ, കളിക്കുന്ന സൗണ്ടാണ്. കിച്ചണിൽ ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റായിന്. തുടയ്ക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ബേബി ഉണരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് ഫോണിൻ്റെ ക്ലിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവരും പറയലുണ്ട് ക്ലിയർ ഇല്ല, ഓഡിയോ ക്ലിയർ ഇല്ല, ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ചായ ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഓഫാക്കാം. ആ ഒരു പൊടി കൂടി പോട്ടല്ലേ, തരിച്ചെടുക്കേണ്ടി വരും ചായപ്പൊടി. അതുകൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാലേ നമുക്ക് ഓഫാക്കാം കേട്ടോ. തള നിന്നു. ഇതായിരുന്നു ഏട്ടൻ്റെ ഫോണ്. അതിലുണ്ടോ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ മറ്റേ ഡിസ്പ്ലേ പോയിട്ട് കണ്ടോ, നീല കളറായിട്ട് കാണില്ലേ, ഡിസ്പ്ലേ പോയിട്ട്. അപ്പോൾ ഫോണിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഇങ്ങനെ ഡിസ്പ്ലേ പോയതുകൊണ്ട് സ്ക്രീനൊന്നും ഇതില്ല. പിന്നെ ചാർജ് അങ്ങനെ നിൽക്കണമില്ല കേട്ടോ, ഓഫാക്കി അങ്ങനെ. അപ്പോൾ ഏട്ടന് പുതിയ ഫോൺ എടുക്കണം പറഞ്ഞിട്ട് നിന്നു. അപ്പോൾ എങ്ങനെയായാലും വീഡിയോസാണല്ലോ ഇപ്പോൾ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോസിന് ക്ലാരിറ്റി ഉള്ള ഫോണ് എടുക്കാമെന്ന് കരുതി. എന്നിട്ട് എൻ്റെ ഫോണ് ഞാൻ യൂസ് ചെയ്തിരുന്ന ഫോണ്, അത് ഏട്ടന് ഗൾഫിലായെന്ന് വാങ്ങിച്ച ഫോണായിരുന്നു കേട്ടോ. അത് ഏട്ടന് കൊടുത്തു. അതിനങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 3 വർഷം ഞാൻ പൊന്നു പോലെ കൊണ്ടെടുക്കണ ഫോണിന്. അപ്പോൾ ഈ ഒരു ഫോണ് എനിക്ക് തോന്നുന്നു പുതിയത്, ഏട്ടന് പഴയത്. അത് പഴയതെന്ന് 3 വർഷമായിന്, എന്നാലും ഫുൾ സെറ്റാണ്. അതെടുത്തു. ഞാൻ കുറേ പറഞ്ഞാണ് വേണ്ട ഏട്ടാ നിങ്ങൾ ആഗ്രഹിച്ച് വാങ്ങിച്ചല്ലേ എന്നൊക്കെ. പക്ഷേ വീഡിയോ എടുക്കാനൊക്കെ ക്ലിയറും കാര്യങ്ങളൊക്കെ വേണം പറഞ്ഞപ്പോൾ അങ്ങനെ ഇനി വീഡിയോസൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, എങ്കിൽ ഫോണൊക്കെ വാങ്ങിക്കൊടുക്കാം. ആടത് എണീറ്റിക്കണത്
ആടെ എണീറ്റ് കുണ്ണാണി എണീറ്റോ? ഞാനിപ്പോ വെണ്ണപ്പ നിങ്ങൾ എണീറ്റില്ലേനല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. എന്താ മുഖത്തൊക്കെ? അവിടെ എന്താ? എൻ്റെ കുട്ടി എണീറ്റ് നിന്നപ്പോൾ അതൊക്കെ കണ്ടല്ലേ? കാണിച്ചു കേട്ടോ. ഉണ്ടോ? നായ്ക്കൾ കടിച്ച് കീറിയതാണ് ഫുള്ളും. കണ്ടോ? ഫുള്ളും കടിച്ച് കീറി അല്ലേ? ബൗബോബു കടിച്ച് കീറിയതാണത്. ഞങ്ങൾക്കിവിടെ റോക്കി ഉണ്ട്. കണ്ണത്താട്ട കോഴിക്കള് ഗോതമ്പാണ്. എന്നാ ഞാൻ വാ വാ വാ. JCB ആണ് ഈ വെള്ള കോയിൻ്റെ പേര് കേട്ടോ അല്ലേ? അത് താഴത്തെ കോഴിയാണ്. എൻ്റെ കുട്ടീനെ കാട്ടല്ലേടാ. അമ്മൂസേ മേലൊക്കെ കഴുകിയിരിക്കാണ്. ഇരുടാവണുള്ളൂ. നമുക്ക് ബാക്കിയുള്ളതൊക്കെ എന്താ കാട്ടണം നോക്കാം. കുട്ടിക്ക് എവിടെ ചാടാനേ? ഇവിടെ ഇരുടാണേ. അത് ചാടാൻ പറ്റില്ല, ഇരുടായിണേ. എവിടെ ചാടാനാണ്? ആയിക്കൂടെ പോകാൻ പറ്റില്ല. നോക്ക് ഇമ്മി അമ്മച്ചോടെ വലിയ വടിയൊക്കെ കൊണ്ട് വെച്ചിക്കണേ. ഈ മൂക്കിടല്ലേ? എന്താ പണി? നോക്കേ ഇരുടായിട്ടോ. കണ്ടോ? കൊടുക്കണുണ്ട്. മതി പോരെ കുഞ്ഞാ. അവിടെ ഇരിക്കണ്ട കുഞ്ഞാ. ബാ പോരെ. വാ നമുക്ക് ഇവിടെ ഇരിക്കാ. വാ കുട്ടിയെ സൂചി അടിക്കാൻ പോണ്ട. അങ്ങോട്ട് പോരെ. നോക്ക് ഇരുടായിണേ. ഉണ്ട് അവിടെ പോയി. റോക്കിനെ മൂത്രമൊഴിക്കാനൊക്കെ കൊണ്ടുപോയതാ. അവൻ കൃതി ബേബീൻ്റെ കുട്ടിക്ക് സൂചി വെക്കാൻ പോകണം. ഇവരുണ്ടാകും എപ്പോഴാണ് അവര് പോസ്റ്റുമേ ലൈറ്റൊക്കെ ഇട്ട്. ഞാൻ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. വണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃതി ബേബീനെ. റോക്കി ബൈ. ബായ് റോക്കി ബായ് പറയും. എന്താടാ കൂട്ടുന്ന തന്നെ ഇറങ്ങാൻ പോയി.
വേഗം എഴുതി പഠിച്ചോളൂ കേട്ടോ. ഞങ്ങള് ഫുഡ് കഴിച്ച് ഞങ്ങൾ വാവ ഉറങ്ങാല്ലേ? വാവ ഉറങ്ങല്ലേ? ആ കൊള്ള കാണിക്കല്ലോ കുഞ്ഞ. ഗുഡ് നൈറ്റ് പറഞ്ഞ. ഗുഡ് നൈറ്റ്. അപ്പം ടാറ്റ ബൈ ബൈ സീ യു. ഇല്ല സീ യു കൊടുത്ത് ആരും കൊടുക്കും.